തൊപ്പി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് പറയൂ. മുന്നൂന്റെ അണ്ടി മമ്മു കാക്കും. 3 കമ്പ്യൂട്ടർ. എന്തോന്നടാ ഇതൊക്കെ? ഇതിന് ഏടുന്ന് കിട്ടി? ഈ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഓള വീടാണോ നീ കടത്തുക? എന്തൊക്കെ അറിയണം. എന്നാ പോവാ. പക്ഷെ ക്യാമറ വെക്കൂല. എന്റെ ഒരു ടോപ്പ് സപ്പോർട്ടറിന്റെ പേര് എന്ന് പറഞ്ഞാൽ അശ്വിൻ റെയ്നോൾഡ് എന്ന് പറയും. ഇന്നൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. അലമാര ഒന്നും തുറക്കാൻ പറ്റരുത്. എന്റെ ലോക്കർ ഒന്നും ചോദിക്കരുത് പ്ലീസ്. ഈ പെട്ടിയിലാണോ തൊപ്പി ഈജിപ്തിൽ പോയത്? നീ എന്നെ ഊക്കല്ലേട്ടാ ഇരുത്തി. വിട് ഇതൊരു ഗേ ക്വസ്റ്റ്യൻ. അത് നമ്മളങ്ങനെ അധികം ചിന്തിക്കലില്ല. അത്ര വലിയ മൊയന്തല്ല ഇവനെ. ഇവിടെ വന്നിക്ക് ചാരിറ്റിയോ? ഇത് സംഭാവന. ചേട്ടാ അത് കട്ട് ചെയ്യണോ കേട്ടോ? ഇല്ല അത് പറ്റൂല. ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടി വെച്ചേക്കണേ. ലൈറ്റ് കിട്ടാൻ വേണ്ടില്ലാണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ലൈറ്റ് വെക്കുക. റോൾസ് റോയ്സ് ഇഷ്ടമാണ്. ഇത്രയും വലിയ ബന്ധങ്ങളിലേക്ക് പോകണം. എന്റെ പ്രാന്തൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടുന്നത്. ഇത് ഇവിടെ വേറൊരു പുതിയ പ്രാന്തം വന്നിട്ടുണ്ടല്ലോ, മമ്മു എന്ന് പറഞ്ഞിട്ട്. ഇവൻ ഇഞ്ചിയും പച്ചമുളകെല്ലാം ചതക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു. ഇവൻ കക്കൂശി പോയാൽ പോലും വെള്ളം ഉപയോഗിക്കൂല. അങ്ങനത്തെ ഒരു ജന്മാണ് ഇവൻ. വേണേ നമുക്ക് കുറച്ച് സമയത്ത് ചിന്തിക്കാം. വേണ്ടേ? ബാക്കി എല്ലാവരും ഷഡ്ഡി അല്ലെങ്കിൽ ട്രൗസർ, അതിന്റെ അപ്പുറത്ത് ഒരു സാധനം ഇടല്ല. ഒന്നുകൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മെഹർ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ തൊപ്പിയുടെ വീടിന്റെ ഹോം ടൂർ എടുക്കാനാണ്. ഞാൻ പതിവ് പോലെ സെലിബ്രിറ്റീസിന്റെ വീടിന്റെ ഉള്ളിൽ രഹസ്യങ്ങൾ തപ്പാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൊപ്പിനോട് ചോദിക്കാം, തൊപ്പി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് പറയൂ. ഹോം ടൂർ അതിൽ എടുക്കുന്ന ആൾക്കാര് ഹോം ടൂർ പറഞ്ഞാ വീട്ട് ബാക്കിയുള്ളവരുടെ രഹസ്യങ്ങളുണ്ട്. പലതും നീ കാണും. ഇല്ല രഹസ്യങ്ങൾ ഞാൻ ഒന്നും കാണിക്കൂല. അലമാരും ലോക്കറും തുറക്കാൻ പറയരുത്. രഹസ്യങ്ങൾ മെയിൻ രഹസ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇത് പൂജാമുറി അല്ല. ഇത് ആക്ച്വലി വീട് പണിയുമ്പോ പൂജാമുറി ആയിട്ട് പണിതതായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മളെ കലവറയാണ്. ഇവിടെ നല്ല വൃത്തിയില്ലേ? ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കിയ, ഉള്ളിലേക്ക് ഒന്ന് നോക്കിയ. ഇതാണ് നമ്മളെ സ്റ്റോറേജ്. അതായത് നമ്മളെ വയർസ്, കേബിൾസ്, ലൈറ്റ്, മറ്റേ എന്താ പറയാ സാധനങ്ങൾ ഒന്ന് കാണിക്കും. കമോൺ. അതായത് മേറിനെ പോലുള്ള ആൾക്കാർ. സോറി. ഓക്കെ, ഇതാണ് നമ്മളെ സ്റ്റോറേജ് മുറി. സാധാരണ വീടുകളിൽ ഇത് പൂജാമുറിയാണ്, ഇവിടെ ഇത് സ്റ്റോറേജ് മുറിയാണ്. ഓക്കെ, ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാറും? ആരാണ് ഈ വീട് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇവിടെ OCD അറിയാം നിനക്ക്? OCD ഏറ്റവും കൂടുതലുള്ള ആളാണ് ഇത്. ഇവനില്ലെങ്കിൽ ഈ വീട്ടില് ഒരു വൃത്തി. ആ മുറി ഓൻ ഇപ്പൊ ഇത് കണ്ട സ്ഥിതിക്ക് ഇനി എന്തായാലും ഇന്ന് രാത്രി പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇത് വൃത്തിയാക്കിയിട്ട് ഉറങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് തൊപ്പിയുടെ ഗെയിമിംഗ് ഏരിയ. ഗെയിമിംഗ് അല്ല, സ്ട്രീമിംഗ് ഏരിയ എന്ന് പറയാം. ഞാൻ ഗെയിം കളി കുറവാ. പക്ഷെ ഇതിപ്പം എന്തായാലും ഹോം ടൂറെല്ലാം വന്നതല്ല, അപ്പൊ ഒരു ഷോക്ക് വേണ്ടിട്ട് ഗെയിം ഓണാക്കി വെച്ചാൽ അങ്ങനെ അധികം ഗെയിം ഒന്നും കളിക്കില്ല. ഒരുപാട് പറഞ്ഞോട്ടെ, ഒരുപാട് ആൾക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത് അല്ലെ? ഭയങ്കര ട്രെൻഡിങ് അല്ലെങ്കിൽ എന്താ അത് ആ ആംഗിളിൽ നിന്ന് എടുത്താലാണ് അത് ഒരുപാട് ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാവുക. ഇതാണ് നമ്മൾ സ്ട്രീം ചെയ്യുന്ന ഫ്രെയിം. മനസ്സിലാവും? 3 കമ്പ്യൂട്ടർ. 3 കമ്പ്യൂട്ടറോ? ഇതിന് എവിടുന്ന് കിട്ടി? ഇതിനെവിടുന്ന് കിട്ടി 3 കമ്പ്യൂട്ടറോ? ഇത് ഒരു കമ്പ്യൂട്ടറാ, 3 മോണിറ്റർ. അയ്യേ. ഓക്കെ 3 മോണിറ്റർ. ഇത് ഒറ്റ കമ്പ്യൂട്ടറാ, 3 മോണിറ്ററാ. ഓ ശരി. എന്നിട്ട് ഒരു ഐഡിയ ഇതെന്താന്ന് പറയോ? ഇത് മൗസ്. ഇത് മൗസ്. ഇത് സ്റ്റിയറിംഗ്. ഇത് ഗിയർ. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയൂല. ഇത് മറ്റേ ഹോൺ അടിക്കുന്ന സാധനം. പിന്നെ ഇത് ആക്സലറേറ്റർ. ഇത് മൈക്ക്. ഓ അത്രയും ബുദ്ധിയിലുണ്ടാ? കണ്ടാ പറയില്ല കേട്ടാ. പിന്നെ ഇതെന്താ? അത് ലൈറ്റാ. ഓ ലൈറ്റ്. പിന്നെ ഇതോ? അത് സ്ട്രീം ഡെക്ക്. ഇതാണ് നമ്മളെ മെയിൻ സാധനം. സ്ട്രീം ചെയ്യാൻ നമ്മള്
ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇതിൽ എന്തൊക്കെയാ ചെയ്യാല്? ഇതാണ് ഒരു സ്ട്രീമറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇതായിരിക്കും. ഇത് എടുക്കാൻ പറ്റും. ഇത് വയറുണ്ട് ഇതില്. ഇതിങ്ങനെ നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാം, സൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ട്രീമിന് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൽ ഇതാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അങ്ങനല്ല ഇതിലിങ്ങനെ കുറെ സൗണ്ട് അല്ലല്ല ഇതിൽ എല്ലാ സൗണ്ട് എഫക്റ്റും ഉണ്ട് ഇതിലിങ്ങനെ. ഇതായിരുന്നു നിന്നെ ആദ്യം കണ്ടപ്പോ എന്റെ മൈൻഡിലുള്ള സൗണ്ട്. ഈ സാധനം ഓക്കെ. അപ്പൊ പോട്ടെ. ശരിക്കും എനിക്ക് പിന്നെ കണ്ടപ്പോൾ ഒരു മ്യൂസിക് എഫക്ട് വെക്കണം എന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ ഇത് പരസ്യമായി വെക്കുന്നില്ല. വേണ്ട വേണ്ട ഇനി. ഓക്കെ. പിന്നെ ഇവിടെ തൊപ്പിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. ഇത് രണ്ട് പ്രൊഫൈൽസ് ഉണ്ട് ഇതില്. ഇത് മമ്മൂന്റെ പ്രൊഫൈല്, ഇത് എന്റെ പ്രൊഫൈല്. പക്ഷെ ഇപ്പം ഞാൻ മാത്രം കൂടുതൽ സ്ട്രീം ചെയ്യലും. മമ്മൂനെ ഞാൻ സ്ട്രീം ചെയ്യിപ്പിക്കാൻ പലതവണ പല രീതിയിൽ ഞാൻ നോക്കി. പക്ഷെ മമ്മൂ ഇടക്കിടക്ക് ഇങ്ങനെ മാസത്തിലൊരിക്കലും വന്നൊരു സ്ട്രീം ചെയ്യും, അല്ലാണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് മമ്മൂന്റെ പ്രൊഫൈൽ, ഇത് എന്റെ പ്രൊഫൈല്. മമ്മൂന്റെ പ്രൊഫൈലുള്ള മെയിൻ സാധനം ഇതാണ്. മമ്മൂന്റെ പ്രൊഫൈലുള്ള സാധനം. എന്തിനാണ് ഈ 3 മോണിറ്റർ? 3 മോണിറ്റർ എന്തിനാ? ഒരു മോണിറ്റർ ആയിരിക്കും ഞാൻ സ്ട്രീം, അതായത് റിയാക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്യും. അതായത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോസ് കാണുന്നത് ഈ മോണിറ്ററിലായിരിക്കും. ഇതിൽ ചാറ്റ് വരും, അതായത് ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നത്. ചാറ്റ് എന്താണെന്ന് അറിയില്ല, ഭാഗ്യം. ഓക്കെ. അത്ര വലിയ മൊയന്തല്ല ഇവനെ ഇവിടെ വന്നിക്ക്. ഈ മൂന്നാമത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ OBSന്റെ സ്ക്രീൻ എന്ന് പറയും. അതായത് നമ്മളെ ഈ സ്ട്രീം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഇതിലിടും. അപ്പോൾ നമുക്ക് സ്ട്രീമിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ചാറ്റ്, സൂപ്പർ ചാറ്റ്, അത് ഇത് ഡൊണേഷൻസ് കാര്യങ്ങളെല്ലാം ഈ മോണിറ്ററിലേക്ക് ആക്കും. അപ്പം ഡൊണേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ എന്താ ചെയ്യല്? അതെന്ത് ചെയ്യും? പുട്ടടിക്കും. പിന്നെ ഡൊണേഷൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ അല്ലേ? അല്ലല്ല, അത് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? ഡൊണേഷൻ മലയാളം എന്താ? ചാരിറ്റി. ചാരിറ്റിയോ? ഇത് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ഇതാക്കാൻ സംഭാവന, അങ്ങനെ ഡൊണേഷൻ എന്ന് പറയും. പക്ഷെ യൂട്യൂബേഴ്സിന്റെ ടേംസിൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറ്റിലുള്ള ആൾക്കാർ, അതായത് നമ്മളെ വ്യൂവേഴ്സ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിന് ഡൊണേഷൻ അങ്ങനെ പറയുന്നത്. അതിന് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. ഡൊണേഷൻ വരും. കുറെ പ്രാന്തന്മാരുണ്ട് ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ എത്രയോ. അത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു സ്ക്രീനിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു, അപ്പൊ നമ്മളെ ഇതുവരെ നേരിട്ട് പോലും കാണാത്ത ഏതോ ലോകത്തിന്റെ ഏതെല്ലാം മൂലക്കുള്ള ആൾക്കാർ നമുക്ക് അത്രയും പൈസ എന്തിനു അയച്ചു തരുന്നു, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വരുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് ഭയങ്കര ഹാർഡ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ടോപ്പ് സപ്പോർട്ടറിന്റെ പേര് എന്ന് പറഞ്ഞാൽ അശ്വിൻ റെയ്നോൾഡ് എന്ന് പറയും. എൻ്റെ ചാറ്റിൽ എല്ലാവർക്കും അറിയാം, എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം. മീൻസ് ഇവൻ 10,000-50,000 ഒക്കെ ഡൊണേഷൻ ചെയ്യും. അങ്ങനത്തെ ഒരു ഭ്രാന്തൻ സപ്പോർട്ടറാണ്. അങ്ങനെയുള്ള കുറെ ഭ്രാന്തൻ സപ്പോർട്ടർമാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതുവരെ നേരിട്ട് പോലും കാണാത്ത ആൾക്കാർ എവിടെയൊക്കെ ദുബായിലും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവര് നമുക്കിങ്ങനെ നമ്മളൊരു സ്ക്രീനിന് മുന്നിലിരിക്കുമ്പോൾ അവർക്ക് നമുക്ക് പൈസ അയച്ചിരുന്നു പറയുമ്പോൾ അത് ഭയങ്കര എനിക്കൊരു എന്താ പറയുക അത്ഭുതം. പണ്ടെല്ലാം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് ആലോചിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഗെയിം കളിക്കാറുണ്ടോ? ഗെയിം കളി ഞാൻ വളരെ കുറവാണ്. ഇതിപ്പോ പിന്നെ നിങ്ങൾ ഹോം ടൂർ എല്ലാം എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗെയിം ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചെന്നുള്ളൂ. ആക്ച്വലി ഞാൻ സ്ട്രീമറാണ്. ഗെയിമിങ് വളരെ വളരെ കുറവാണ്. ഞാൻ ഗെയിം കളിക്കുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു 5 സ്ട്രീം ചെയ്ത ഒരു സ്ട്രീമിൽ എങ്ങനെ ഞാൻ ഗെയിം കളിക്കുള്ളൂ. കൂടുതൽ ഞാൻ റിയാക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കോമഡി എന്റർടൈൻമെന്റ് ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറയാല്, ഇങ്ങനെ വീഡിയോ കോള് അങ്ങനത്തെ എല്ലാം പരിപാടികളെ കൂടുതലും ചെയ്യല്. പക്ഷെ പറയുമ്പോൾ പേരിന് ഗെയിമർ എന്ന് പറയും, ഗെയിം കളി വളരെ കുറവാണ്. ഈ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്യുന്നത്? അതെ, ഇതാണ് എന്റെ മെയിൻ ക്യാമറ. അതായത് സ്ട്രീമിൽ ഫുൾ സ്ക്രീൻ ക്യാമറ ഇടുമ്പോൾ എന്റെ ക്യാമറ ഇതാണ് S5 Mark II. പിന്നെ ഇതെന്റെ സെക്കൻഡറി ക്യാമറ. അതായത് ഇതങ്ങനെ നമ്മള് വീഡിയോ കോൾ ആപ്പുകളിൽ കയറൂലേ, വീഡിയോ കോൾ ആപ്സിൽ കേറിയിട്ടുണ്ടോ? ഇതുവരെ കേറിയിട്ടില്ല. OME-TV, അറിയില്ല, ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെയല്ല, നമുക്ക് ഈ പബ്ലിക്കില് അതായത് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്ന ചില ആപ്പുകളുണ്ട്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഒമേഗിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. അതിൽ കേട്ടിട്ടുണ്ട്, അപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള വീഡിയോ കോൾ ആപ്പുകളിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ സെക്കൻഡറി ക്യാമറ ഉപയോഗിക്കും. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്കൊരു
ഒമേഗിൾ പോലത്തെ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ലൊട്ട അറിയാം. ലൊട്ട പിന്നെ തൊപ്പിനെ പറ്റി റിസർച്ച് ചെയ്യുമ്പോ അതൊക്കെ അറിയണ്ടേ. ഗൈസ് lota.lol കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ഒമേഗിൾ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ തുടങ്ങി തന്നെ. അതിലിങ്ങനെ മലയാളികൾ മാത്രം വീഡിയോ കോൾ, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള മലയാളികൾ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. നീ ഒന്ന് കയറാം. ലൊട്ടയിൽ കയറലുണ്ടോ? ഞാൻ കയറലുണ്ട്. ഇപ്പൊ കയറാം. നമുക്ക് ഇപ്പൊ കയറി ആരെ കിട്ടും നോക്കാം. നമുക്ക് ലൊട്ടയിൽ കയറി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ lota.lol നമ്മളെ സൈറ്റ്. ഇതാ ഇതിലിപ്പൊ നമ്മളെ കാണാൻ പറ്റും. ഇപ്പൊ ഒരാൾ ഞാൻ സമയം ഇടാൻ വെച്ചിരിക്കല ലൊട്ടയില്. നല്ല രസാ. താങ്ക് യു. നമുക്ക് പെണ്ണുങ്ങളെ കിട്ടുമോ നോക്കാം. പെണ്ണുങ്ങളെ കിട്ടുമോ? ഹായ് ബ്രോ. ഇതിലിപ്പോ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ആരെയും കിട്ടുന്നില്ലല്ലോ. പെണ്ണുങ്ങളൊന്നും ഇല്ലാടെ ഇതില് ലൊട്ടയിലിപ്പോ? ഇറങ്ങിയതാ, ഓനാ പരിപാടിക്ക് ഇറങ്ങിയതാ. നമുക്ക് ഒരാളും കൂടി സംസാരിച്ചിട്ട് നമുക്കിത് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇത് ഇതെന്താ മൊബൈൽ ഷോപ്പിലാ? ഞാൻ പണ്ട് മൊബൈൽ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട്. എടാ ഓക്കെ മതി ഇത് കട്ട് ചെയ്താ. ആ ലാസ്റ്റ് സംസാരിച്ച ആളും കൂടി മതി. അപ്പൊ ഓക്കെടാ, ബൈടാ, ബൈ. പരിപാടി ഉണ്ട്. ഓക്കെ. തൊപ്പിനെ പോലെ ഉണ്ട്. ആരാ എന്നെ പോലുള്ള? ഞാൻ ഇന്റർവ്യൂ എടുത്തു പുള്ളിയുടെ. എന്താ പേര്? റിഷ്ണ പേര്. കാര്യം ഞാൻ മൂപ്പരെടുത്ത് ഇന്റർവ്യൂല് എന്തോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു തൊപ്പി എന്റെ ഏട്ടനാ പറഞ്ഞു. ഞാൻ ശരിക്കും വിശ്വസിച്ചോരാണ്. ഞാൻ വിശ്വസിച്ച് അത് കണ്ടിക്കണോ? പിന്നെ എല്ലായിടത്തും പോയിട്ട് പറയുന്നുണ്ട് തൊപ്പീന്റെ അനിയനാന്ന് പറയുന്നുണ്ടല്ലോ. എല്ലായിടത്തും പോയിട്ട് എടാ റിഷ നിന്നെ കൈവ കിട്ടും. കേട്ടില്ല? അല്ല, ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ട്. കുറച്ച് ഒരു സാമ്യമുണ്ട്. അപ്പൊ ഇവിടെയാണ് ഗെയിമിങ്ങിന്റെ ഏരിയ അല്ലേ? അതെ. ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടി വെച്ചേക്കണേണോ? ലൈറ്റ് കിട്ടാൻ വേണ്ടില്ലാണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ലൈറ്റ് വെക്കുക. ഈ ലൈറ്റ് വെളിച്ചം കിട്ടാൻ വേണ്ടി വെച്ചാന്ന് ഇവള് ചോദിക്കുന്നത്. എന്തൊരു ചോദ്യം. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ടേക്ക് പോവാം. ഈ കാർ എന്താ? ഇതാ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ കാറാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരു 10 എത്രയോ പീസ് ഉണ്ട്. ഇതിന് എത്ര പീസ് ഉണ്ടാ? ഇതിന്റെ ഓരോ ഇതും ഇല്ലേ? ഇപ്പൊ ഇത് തന്നെ പീസാക്കിട്ട് 4 പീസാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ഈ കാറ് മൊത്തം ഒരു 2000 പീസോ അങ്ങനെ 2000-2500 പീസ് കുഞ്ഞു പീസുകൾ. 3000 ആണോ? 3000 പീസുകൾ കുഞ്ഞു പീസുകൾ യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കിയ എന്റെ ഡ്രീം കാർ ആയിരുന്നു. സംഭവം എന്ന് വെച്ചാൽ പോർഷെ 911 എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഡ്രീമാണ്. അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഒരു 911 ഇറക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് അറിയില്ല നടക്കുമെന്ന്. അത് ഒരു 10-12 മണിക്കൂർ എടുത്തിട്ട് ഒരു പുള്ളി ചെയ്തതാ. എനിക്ക് വേണ്ടി ചെയ്തതാ. എനിക്ക് ഗിഫ്റ്റ് തന്നതാ. കണ്ടോ? MRC തന്നിട്ടുണ്ടോ? പിന്നെ ഇതിങ്ങനെ എടുക്കാൻ പറ്റും. അടിപൊളിയല്ലേ? നിനക്ക് 911 ഇഷ്ടാ? അടിപൊളിയല്ലേ? നിന്റെ ഡ്രീം കാർ ഏതാ? അങ്ങനെയൊന്നും ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല. എനിക്ക് റോൾസ് റോയ്സ് ഇഷ്ടമാണ്. റോൾസ് റോയ്സ് അത്രയും വലിയ ബന്ധങ്ങളിലേക്ക് പോകണം. ഇതെല്ലാം ഞാൻ ഈജിപ്തിൽ പോയപ്പോ വാങ്ങിയതാ. ഇങ്ങനത്തെ ഇവിടെയുള്ള ഫ്രെയിമുകളെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാ. പിന്നെ എല്ലാം പിന്നെ ഇത് TV. പിന്നെ ഇത് ഗിഫ്റ്റ് കിട്ടിയോ? ഇതാരാ വരച്ചത്? വിഷ്ണു കേക്ക് എന്ന് പറഞ്ഞൊരു പുള്ളി വരച്ചിട്ട് എനിക്ക് ലൈവിന്റെ അടിയിൽ കൊണ്ടു തന്നതാ. അതെ, DP. ഇപ്പൊ TV അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ കൂടുതലും ഞാൻ എല്ലാരെയും കൊണ്ട് മാക്സിമം ഇവരെ കൊണ്ടൊക്കെ കണ്ടന്റ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ കാര്യങ്ങളോ. ഇപ്പം ജാസിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജാസിക്ക് അടുത്ത് ലൈവ് സ്ട്രീമിലേക്ക് വരാൻ ആഗ്രഹമുള്ള ജാസി വാടാ. ഹായ് ജാസി. ഞാൻ മമ്മൂനെ സ്ട്രീമർ ആക്കാൻ ട്രൈ ചെയ്തു.
പക്ഷെ നടന്നില്ല അതായത് നടന്നില്ലല്ലോ. മമ്മൂന്റെ സ്ട്രീമെല്ലാം ഭയങ്കര സക്സസ് ആ. പക്ഷെ മമ്മൂക്ക് ചെയ്യാൻ അറിയില്ല, ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു മൈൻഡ്. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഇവന് സ്ട്രീം ചെയ്യാൻ നല്ല താല്പര്യമുള്ള. അപ്പൊ അടുത്ത ഇവനെ സ്ട്രീമറാക്കി മാറ്റാനാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ആരെ കൊണ്ടും TV കാണാനും അങ്ങനെയുള്ള സമയം ഇങ്ങനെ TV കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെറുതെ ടൈം വേസ്റ്റ് ഇതാക്കാൻ വേണ്ടി ഞാൻ ആരും സമ്മതിക്കില്ല. ഇവിടെയുള്ള ഇപ്പം 8 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 8 മെമ്പേഴ്സിനോടും മാക്സിമം മോട്ടിവേഷൻ കൊടുത്ത് ഇവരെ ഇപ്പൊ ഇവൻ അടുത്ത മാസം സ്ട്രീമിംഗ് തുടങ്ങും. പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും വെറുതെ ഇരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പറയും ഇങ്ങനെ പോരാ കാര്യം, നമുക്ക് ഒരു അലസായിട്ട് നിൽക്കൂലേ. അപ്പൊ നമ്മളെ ഏജും കാര്യമൊക്കെ മുന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ സോഫ എടുത്ത് ഈ ടിവിന്റെ മുന്നിൽ ഇടാൻ കാരണം എന്ന് വെച്ചാൽ മുന്നേ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടായിരുന്നു. അതായത് ഇങ്ങനെയായിരുന്നു സോഫ. അപ്പൊ എല്ലാരും ഇരുന്ന് ഫുൾ ടൈം TV കാണല്, ഫുൾ ടൈം അതായത് 3-4 ദിവസം ഇങ്ങനെ ഫുഡ് കഴിക്കലും TV കാണലും മാത്രമാണ്. പിന്നെ TV എന്നുള്ള പരിപാടിയെ നമ്മൾ നിർത്തി അതിന്റെ മുന്നിൽ കൊണ്ടുപോയി സോഫ ഇട്ടു. ഇപ്പൊ നമ്മള് ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യിപ്പിക്കാൻ ഞാൻ മാക്സിമം റീൽസ് എടുക്കട്ടെ. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, പറയുന്നൊന്നും കേൾക്കുന്നില്ല സ്റ്റിൽ. പക്ഷെ ഞാൻ സെറ്റ് ആക്കും. ഇവനെല്ലാം വീഡിയോസ് എല്ലാം എടുത്ത് എഡിറ്റ് സ്വന്തമായിട്ട് എഡിറ്റൊക്കെ ചെയ്യും. അപ്പൊ അവിടെ തൊപ്പിയുടെ പേര് കാണുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അതാണ് തൊപ്പിയുടെ റൂം. അത് വെറുതെ ഒരു ഇപ്പൊ ഇവിടെ ഇപ്പൊ 4 റൂമുണ്ട്. 4 റൂമിന്റെ മുന്നിൽ ഇങ്ങനെ ഓരോ പേര് എഴുതി വെച്ചിന്. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ നോക്ക്, MRG തൊപ്പി നോക്ക്. ഇതാണ് എന്റെ റൂം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തൊപ്പി കൂടുതലും ഈ റൂമിലാണോ? ഈ റൂമിലല്ല, ഞാൻ കൂടുതൽ ഈ റൂമിലല്ല. അപ്പം ഇതെന്താ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങള്. പിന്നെ ഇതെന്താ, ഇതെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിയ പെയിന്റിങ്സ് അല്ല ഇത് സംഭവം, മറ്റേ സംഭവം. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് സാധനങ്ങൾ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ അതെ എന്റെ കാറിന്റെ സെയിം സാധനം റെപ്ലിക്ക ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കാർ ബെല്ലടിച്ച് വരും. അതായത് അവരിങ്ങനെ ഓരോ ഗിഫ്റ്റ് ആയിട്ട് വരും. ഇതെല്ലാം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതാ. ഇത് ഗിഫ്റ്റ് കിട്ടിയതാ. ഇത് ഹാർലി ഡേവിഡ്സന്റെ ആ ബ്രാൻഡിന് അവരെ കമ്പനി തന്നെ ഇറക്കുന്ന ടോയാണ്. ഇതെനിക്ക് ഹാർലി ഡേവിഡ്സന്റെ വലിയ ഫാനൊന്നല്ല ഞാൻ, പക്ഷെ അവര് മേടിച്ച സ്നേഹത്തോടെ തന്നു. അതുകൊണ്ട് ബൈക്ക് MT ആയിരുന്നു. പിന്നെ ഇപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ, ആഗ്രഹമല്ല ഞാൻ ചിലപ്പോ എടുക്കും, നിഞ്ചന്റെ Z900 എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ട്, അറിയാമോ? നല്ല അതെന്റെ ഒരു ഇത് ഇൻ കേസ് ഓഫ് എമർജൻസി. ഇതും ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതല്ല ഒറിജിനൽ. ഇത് മറ്റേ 1 കിലോന്റെ സ്വർണ്ണക്കട്ട, 1 ലക്ഷം രൂപ, ഇതെല്ലാം ഒറിജിനൽ. അത് വേണം എടുത്തോ, നീ എടുത്തോ, നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. എടുത്തോ. അല്ല ഒറിജിനൽ അല്ല, പക്ഷെ ഇത് കാണാൻ നല്ല രസമല്ല, അടിപൊളിയാ. അപ്പം പിന്നെ ഉള്ളത് ഹോട്ട് വീൽസ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഗിഫ്റ്റ് തന്നോണ്ട് ഞാൻ മേടിച്ചു വെച്ചു. അത് പോർഷ. പിന്നെന്താ, പിന്നൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അലമാര ഒന്നും തുറക്കാൻ പറ്റില്ല. എന്റെ ലോക്കർ ഒന്നും ചോദിക്കരുത് പ്ലീസ്. വേറെ എന്താണ് ഇല്ല ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ അധികം ഇവിടെ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് ഗ്യാങ് ഹൗസ് ആണ്. ഇത് MRG ഗ്യാങ് ഹൗസ് ആണ്. എന്റെ പേഴ്സണൽ ഒരു അപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ അധികം പോലില്ല. അത് എന്തൊക്കെ അറിയണം. എന്നാ പോവാ. പക്ഷെ ക്യാമറ പറ്റൂല. അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്, ടെഡി ബിയർ ആര് വെച്ചത് എനിക്ക് അറിയില്ല. ഇത് ആരോ വെച്ചതാ, മുനു ആയിരിക്കും. ഇത് ആരാണോ ടെഡി ബിയർ? ടെഡി ലവർ മുനു വെച്ചതാ. പിന്നെ പിന്നെ ഒരു സാധനം ഉണ്ട്. ഇതാണ് പൊട്ടിപ്പോയതല്ല, പൊട്ടിച്ചതാ. ഇത് എന്റെ ഗെയിമിംഗ് അവാർഡാ. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ അവാർഡാ ഇത്, കേട്ടോ. അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് സ്ട്രീമർ എന്നുള്ള ലെവലില് ഞാൻ അത് യൂട്യൂബ് പ്ലേ ബട്ടൺ ഞാൻ സ്വന്തമായിട്ട് പൊട്ടിച്ചത്. ഇത് അതിന് ശേഷം എന്റെ പ്രാന്തൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടുന്നത്. ഇത് ഇവിടെ വേറൊരു പുതിയ പ്രാന്തം വന്നിട്ടുണ്ടല്ലോ, മമ്മു എന്ന് പറഞ്ഞിട്ട്. ഇവൻ ഇഞ്ചിയും പച്ചമുളകെല്ലാം ചതക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു. അങ്ങനെ പൊട്ടിയതാ. ഇല്ല പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ല. ഇത് അവാർഡ് തന്നെയാണല്ലോ, പൊട്ടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഇതെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിയതാ. ഞാൻ ഈജിപ്തിൽ നിന്ന് ഇവിടെ ഉള്ള അധികം വെക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഈജിപ്തിൽ പോയപ്പോ വാങ്ങിയതാ. അടിപൊളിയാണ്. ഇത് പറയാൻ മറന്നുപോയി. ഇത് മോനെ, ഇത് കൊടയല്ല മോളെ. ഇത് ഞാൻ ജസ്റ്റ് ഇന്നലെ മേടിച്ചതാ. ഇന്നലെ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷൻ വെച്ചിട്ടുള്ള ബാറ്റ. ഇത് അതായത്
നമ്മളെ സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ ഓട്ടോഗ്രാഫ് ചെയ്ത ബാറ്റ. ഇത് 2 lakhs ബേസ് പ്രൈസിൽ ഞാൻ ഓപ്ഷൻ ചെയ്യാൻ പോകുന്ന. ഓക്കെ, ഇത് മിക്കവാറും ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷന്. ലേലത്തിൽ ഒരു 4-5 കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. 4 കിട്ടിയാലും ഞാൻ കൊടുക്കും. ഇത് ഓപ്ഷൻ വെച്ചിട്ടുള്ള എങ്ങനെ ഞാൻ വാങ്ങിയതാ, വേറെ ആളായിരുന്നു 2. അതുകൊണ്ടാണല്ലോ 2 ബേസ് പ്രൈസ് വെക്കുന്നത്. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഇത് ഒരു പരിപാടിയല്ല മോനെ, ഇത് ഒറിജിനൽ സൂര്യകുമാർ യാദവ് സൈൻ ചെയ്ത ഒറിജിനൽ SS-ന്റെ ബാറ്റാണ്. എല്ലാം ജെന്യുവൻ സാധനമാണ്. എൻ്റെ പ്രൂഫും കാര്യങ്ങളിലും ഉണ്ട്. സൂര്യകുമാർ ഒപ്പിടുന്ന വീഡിയോ ഫോട്ടോ ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഓക്കെ, ഐ വിൽ നമുക്കൊരു ഓപ്ഷൻ വെക്കാം, ഒരു ലേലം വിളിച്ചിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് തൊപ്പിയുടെ റൂം. തൊപ്പി ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്താ ഈ റൂമിലിരുന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതോ? ഞാൻ ചിന്തിക്കലില്ല. അല്ല, എന്നാലും ഒരു മീ ടൈം ഉണ്ടാവുമല്ലോ. അതൊരു ഗേ ക്വസ്റ്റ്യൻ. അത് നമ്മളങ്ങനെ അധികം ചിന്തിക്കലില്ല, ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കലില്ല. അല്ല, എന്നാലും ഒരു മീ ടൈം, എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് കിടക്കുന്ന മീ ടൈമോ? അത് നിങ്ങൾ പെണ്ണുങ്ങൾക്കാണതല്ലോ, നമുക്കതില്ല. മീ ടൈം ഒന്നും പറഞ്ഞ സംഭവമില്ല. നമ്മളങ്ങനെ ചിന്തിക്കലില്ല അധികം. വേണേ നമുക്ക് കുറച്ച് സമയത്ത് ചിന്തിക്കാം. ഓക്കെ, വേണ്ടേ? ചിന്തിച്ചു നോക്കട്ടെ, ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. പിന്നെ അടുത്തത് അടുത്തത് പറഞ്ഞാൽ നമ്മള് ജാസിയുടെ കല പറയാം. ജാസീസ് കിച്ചൺ. ജാസിയുടെ ഏരിയ അല്ലേ? ജാസിന്റെ നല്ല മണം വരുന്നുണ്ട്. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് കൊഞ്ച് ബിരിയാണിയാണ്. ഇന്ന് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ബിരിയാണിയാണ് ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെയാണ് ജാസി പറയുന്നത്. സൂപ്പർ ഫുഡാണ് ജാസി കുക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ തൊപ്പിയുടെ ഒരു എന്താ പറയാ, ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് ജാസിനെ പോലത്തെ ഒരാളെ കൂടെ കിട്ടി. തൊപ്പി പുച്ഛിക്കണ്ട, ശരിക്കും നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. അല്ലെ, ജാസി അല്ലാണ്ട് ഈ ഒരു ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആളാരാ? തൊപ്പി. തിന്നാനാണോ കുക്ക് ചെയ്യാനാണോ? ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടം. മാഗി അല്ലേ കുക്ക് ചെയ്യണേ? അല്ല, ഞാൻ എന്തെല്ലോ കുക്ക് ചെയ്യും, തട്ടിക്കൂട്ടി ഉണ്ടാക്കും. മുട്ടമാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുട്ടമാല അറിയോ? നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള ഒരു പലഹാരം മുട്ടമാല. അപ്പൊ അതൊക്കെ നമുക്ക് ഫേവറേറ്റ് ആണ്. പിന്നെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം എന്നെ സഹായിക്കാനായി കഴിഞ്ഞാൽ, ഉണ്ടാക്കാനായി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരായ കുറച്ച് റെസിപ്പി പരിപാടി കാര്യങ്ങളൊക്കെ. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. കുക്ക് ചെയ്യാൻ അറിയോ? എനിക്ക് കുറച്ചൊക്കെ ഇല്ല. ഓംലെറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അല്ലാണ്ട് വലിയ പ്രോ ആയിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ഇല്ല, ചോറ് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കും. ഞാനൊരു വട്ടം ചോറുണ്ടാക്കിയിട്ട് മറ്റേ വെയിറ്റും വാഷറില്ലേ ഇതൊക്കെ വെക്കാൻ മറന്നു പോയിട്ട് സംഭവം പൊട്ടിത്തെറിക്കാറൊക്കെ ആയി, ആകെ സീനായി. പിന്നെ അതിനുശേഷം അതിനുശേഷം ആ വഴിക്കേ പോയിട്ടില്ല. അത് ബാക്കിലേക്ക് പോവാണെങ്കിൽ ബാക്കിൽ കാണിക്കണം. ബാക്കിൽ മൊത്തം വൃത്തികേടാണ്. മൂക്കൊന്ന് പൊത്തി പിടിച്ചോ. വേണ്ട, എനിക്ക് പേടിയാ. ഇവിടെ എന്താ? ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് ബാക്കിൽ വർക്ക് ഏരിയ. ഫ്രിഡ്ജും പെട്ടി. ഈ പെട്ടിയിലാണോ തൊപ്പി ഈജിപ്തിൽ പോയത്? അല്ല, ഈ പെട്ടിയും കൊണ്ടാണ്. ഈ പെട്ടിയും കൊണ്ടാണ് ഈജിപ്തിൽ പോയത്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ തോന്നുന്നു. ഫുഡ് കഴിക്കുന്നത് അത് തൊപ്പിയാണോ? അത് പക്ഷെ അതില് കുറച്ച് വണ്ണുള്ള പോലെ. അത് പണ്ട് കുറച്ച് മുന്നേ ഉള്ള ഞാനാ. മുന്നേ അല്ല, ഒരു മുടി കണ്ടോ അതിലിങ്ങനെ മറ്റേ മുടിയുള്ള സമയത്താണ്. ഓക്കെ. ഇതും ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാണോ? അതെ, ഇവിടെയുള്ള എല്ലാ ഈജിപ്തിൽ നിന്ന് മേടിച്ചതാ. ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. ഇതിനെ പറ്റി എന്താ പറയാനാ? അല്ല, ഈ പേരിനെ പറ്റി. ഇത് എന്റെ പേരല്ലേ? ഇനി മേലെ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. മുകളിൽ എന്ന് പറഞ്ഞാ കുറച്ച് ഇടങ്ങാറ് പിടിച്ച ഏരിയ. ഇത്രയും സമയം നമ്മൾ നോർമൽ കാഴ്ചകളെ കണ്ടത്. മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രത്യേകിച്ച് ബാക്കി എല്ലായിടത്തും റൂം ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് വീടിന്റെ മുകളിലത്തെ നില. താഴെ ഒരു റൂമും മുകളിൽ 3 റൂമാണ്. ഇത് MRG മമ്മു റൂം. എല്ലാ റൂമിനും പുറത്ത് വെച്ചിട്ടുണ്ട്. MRG ഷെമീർ,
പിന്നെ അവിടെ ജാസി. ഓക്കെ ഓക്കെ. ഇവിടെ മമ്മൂന്റെ റൂമിൽ ആരൊക്കെ? മമ്മു ഒറ്റയ്ക്കാണോ? മമ്മൂന്റെ റൂമിൽ മമ്മു മാത്രമാണ്. ഇതിന്റെ കാര്യം നമുക്ക് ഇത് ലാസ്റ്റ് കാണിക്കാട്ടെ. ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ കേറി വന്നപ്പോ തന്നെ എന്റെ അടുത്ത് മമ്മു ഒക്കെ ഭയങ്കര ഹൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്, നീ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ അണലീനെ പിടിച്ച് ബെഡിന്റെ അടിയിൽ ഇട്ടിട്ട്. അല്ല മമ്മൂന്റെ റൂം മമ്മു അത്രയും സെറ്റപ്പ് ആക്കി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. മമ്മൂന്റെ റൂം നമുക്ക് ലാസ്റ്റ് കാണാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ആദ്യം ഷമീറിന്റെ റൂമിലേക്ക് പോവാം. ഷമീർ വാ, നിന്റെ റൂം എക്സ്പ്ലെയിൻ. നമുക്ക് ഷമീറിന്റെ റൂമിലേക്ക് പോവാം. സ്വാഗതം ഷമീറിന്റെ. ഇത് ഷമീറും മുനു ഈ റൂമിലാണ് കേട്ടോ. വൃത്തിയുള്ള റൂം എന്ന് പറയാൻ പറ്റില്ല. അല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നല്ല മണം. കേറി വന്നപ്പോ തന്നെ നല്ല മണം. സത്യം പറഞ്ഞ ബാച്ചിലേഴ്സിന്റെ ഒരു വീട്ടിൽ ഇത്രയും വൃത്തിയുള്ള ഒരു റൂം അങ്ങനെ കാണല് വളരെ കുറവാണ്. ഒരുപാട് ടെഡി ബിയേഴ്സിനെ കണ്ടു. ഇത് ഒക്കെ വാങ്ങുന്നതാണോ അത് ആരെങ്കിലും തരുന്നതാണോ? ഈ വീട്ടിലാണോ പോയത്? ഈജിപ്തില് കൊറേ സമയമായിട്ട് ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഒറ്റ ഒരു ഇത് ഞാൻ ഈജിപ്ത് എന്ന് പറഞ്ഞത് എന്റെ ബായിന്ന് അറിയാണ്ട് വീണുപോയതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു അത് ആണ്. അതെന്താ സംഭവം അറിയാം, ഈ വീട്ടിലെ എല്ലാ ഫ്രെയിമും ഈ വെക്കുന്ന എല്ലാ സാധനങ്ങളും പ്രതിമകളെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാ. അപ്പൊ എന്റെ വായിൽ അത് വന്നു പോയത് അറിയാം. അപ്പൊ അതുകൂടെ മുന്നിന്റെ അലമാര തുറക്കും മുന്നു. ഒരു കിട്ടാൻ ഒന്ന് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് നോക്ക്. കട്ട് ചെയ്യണ്ട. ഹോൾഡ്. അലമാരിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര സീക്രട്ട്. പിന്നെ ലക്ഷങ്ങള് വില വരുന്ന ആണോ സാധനങ്ങളുള്ള അലമാരിയാണ്. ലക്ഷങ്ങള് വില വരുന്ന സാധനങ്ങൾ ഇവന്റെതുണ്ട്. പകുതി പകുതിയാ. കൊള്ളാലോ, ഭയങ്കര ഓർഗനൈസ് ചെയ്ത് ഭയങ്കര. ഞാൻ പറഞ്ഞില്ല ഇവനൊരു OCDയാ. അതല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ ഇത്ര വൃത്തിയൊക്കെ നല്ലതാ ശരിക്കും. വൃത്തി എന്ന് പറഞ്ഞപ്പോ ഇത് ഓവർ ഓർഗനൈസ് ഇങ്ങനെ അടുക്കും ചിട്ടിയും കൂടിയിട്ട് രോഗം പോലെ ആയതാണ്. പിന്നെ അണ്ടി മുന്തിരി ഇതെല്ലാം കഴിച്ചോട്ടെ. നമ്മള് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന സംഭവം മുന്നുവിന്റെ അണ്ടി മമ്മു കക്കും. അതാണ്. ഇതാണ് ബ്രോഡ്വേ പോയി വാങ്ങിയ സാധനം. ബ്രോഡ്വേ പോയിട്ട് എന്താ വാങ്ങാൻ? ഈ സാധനം അണ്ടി വാങ്ങാനോ? ഈ നട്ട്സ് ഒക്കെ. വാച്ച് കളക്ഷൻ. ഇനി സാധനങ്ങളുണ്ട്. ഇത് കാണിക്ക്. ആരും ഇതാക്കണ്ട. മുന്നു എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തോ അവന്റെ അലമാറിന്റെ ഉള്ളിലേക്ക് വെക്കും. എല്ലാ സാധനങ്ങളും എടുത്തോ അവന്റെ അലമാറിൽ കുത്തി കയറ്റും. അതാണ് പരിപാടി. ഇനി ലോക്കർ ഓർക്കും മുന്നു. ലോക്കറിനുള്ള എന്താ നമുക്ക് കാണാം. എന്താണ്? ഇല്ല ലോക്കറിനുള്ള ഒന്നും ഇല്ല. വിട് വിട്. ഇവിടെ സാധാരണ നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയാണ് ലോക്കറിലേക്ക്. ഇവിടെ ചിലര് കോൾഗേറ്റ്, ക്ലോസപ്പ്, ഷാംപൂ, വേറെന്തെങ്കിലും ഉണ്ടോ? ഒരു കാർ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ മൊമെന്റിന് വേണ്ടി ഈ ജീവിതകാലം മൊത്തം ഇവന്റെ OCD ആരെങ്കിലും ഇങ്ങനെ കാണിക്കലേ ഇവന്റെ ഏറ്റവും വലിയ കട്ട്. അല്ല നിങ്ങളെ വീട്ടിലേക്ക് ഇത്രയും ഒരുങ്ങി സെറ്റപ്പ് ആയിട്ടാണോ നിക്കണേ? ഇത് ഒരുങ്ങിയൊന്നുമല്ല. പിന്നെ ഇത് വീഡിയോ എടുക്കുന്നോണ്ട് അതല്ല നിങ്ങള് ഇവൻ വീഡിയോ എടുക്കുന്നോണ്ട് നന്നായിട്ട് തൊങ്ങലും ഇതൊക്കെ ഉള്ളതാണ് വീട്ടിലിട്ടോണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറയാം. ഈ വീട്ടിലേക്ക് നിങ്ങൾ കേറി വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങള് ഇപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയതിന് ശേഷമുള്ള നമ്മളല്ല ഈ നമ്മള്. കാരണം ഇവിടെ ആരും ഡ്രസ്സ് ഇടില്ല. എല്ലാരും ഷഡ്ഡി പുറത്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. അല്ല അങ്ങനെയല്ല ബാച്ചിലേഴ്സ് താമസിക്കുന്ന സ്ഥലം അങ്ങനെയല്ലേ. ആരും അങ്ങനെ ഡ്രസ്സൊന്നും ഇടൂല. അപ്പം ഇവൻ മാത്രമേ ഇവിടെ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ഒരാളുള്ളൂ. ബാക്കി എല്ലാവരും ഷഡ്ഡി അല്ലെങ്കിൽ ട്രൗസർ. അതിന്റെ അപ്പുറത്ത് ഒരു സാധനം ഇടല്ല. പിന്നെ ചില ആൾക്കാർ അതും ഇടൂല. ഒന്നും ഇടാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ല കാര്യം പറയല്ല ഈ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാ. നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ? ഇവിടെ വേറെ ഉണ്ടാവും മുനു. ഇത് ജാസിൻ റൂം. ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. ജാസിന്റെ ജാസി ഒറ്റക്ക ഇവിടെ മിക്കവാറും ടൈമില് ഒറ്റക്ക. ജാസിന്റെ ഡയറിയും മാക്കും തുറക്കാൻ പറ്റില്ല. താക്കോലില്ലേ? ആണോ? ആയിക്കോട്ടെ. ജാസി ഇവിടെ എന്താ ചെയ്യാറ്? കൂടുതൽ കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ആലോചിക്കാറാണോ? ജാസിന്റെ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ AC വെച്ച് കൊടുക്കലോ. കാരണം ഷമീറിന്റെ റൂമിൽ എന്റെ റൂമിൽ AC ഉണ്ട്. ഇവന്റെ റൂമിൽ AC ഇല്ലാത്തതുകൊണ്ടാണ് ഇവന്റെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ അടുത്ത പരിപാടി ജാസിക്ക് ഇവിടെ AC വെച്ച് കൊടുക്കലോ. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അല്ലെ പിന്നെ നീന്റെ അൽമാര ഓർക്കണം.
നീ എന്താ കൂടുതൽ സമയം ഇവിടെ ചെയ്യല് അങ്ങനെ ചെലവഴിക്കല്? അതായത് കുക്ക് ചെയ്തിട്ട് ബാക്കി സമയം കിട്ടലുണ്ടോ എനിക്ക്? ഞാൻ നിന്നോട് ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. നീ എന്താ റൂമിൽ ചെയ്യല്? അല്ല അങ്ങനല്ല, ഞാനേ തന്നെ കുറച്ച് എഴുത്ത് പരിപാടി കാര്യങ്ങള് കഥ എഴുതും. അതല്ല പാട്ട്. കവിത. ഇവൻ റാപ്പ് തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ട്. ആണോ? ഓക്കെ ഓക്കെ. ഒന്നൊരു രണ്ടുപേര് റാപ്പ് പാടുവോ? രണ്ടുപേര് പെട്ടെന്ന് പാടുന്ന പരിപാടി സപ്പോർട്ട് ചെയ്യും. എന്തൊരു ക്രിഞ്ചാണത്. പേടിച്ചു പോയി. അല്ലേ? എന്നാലും രണ്ടുപേര് എന്തിനെ പറ്റിട്ട് സാധാ ഒരു റാപ്പ്. എന്നാലും എന്തെങ്കിലും പറ്റി പറ. തൊപ്പിനെ പറ്റി ഒരു രണ്ടുപേര് റാപ്പ്. തൊപ്പിനോട് കളിക്കാൻ നിക്കട്ടെ മോനെ, കടിച്ച് നിലത്തിട്ട് കളിച്ചിട്ട് അല്ല എനിക്ക് ഇങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്ന് പെട്ടെന്ന് ഫ്രീ സ്റ്റൈൽ പരിപാടി പെട്ടെന്ന് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ കുറെ ചിന്തിച്ച് ഞാൻ വെച്ചാല് കുറച്ച് ചിന്തിച്ച് എങ്ങനെ. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഈ സ്ഥലം? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ താഴേന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീട്ടിൽ കൂടുതൽ സമയം ഉണ്ടാവില്ല. അല്ല, ഞാൻ വേറൊരു താമസ സ്ഥലമുണ്ട്, അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ അവിടെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ വരുന്ന സമയത്തെല്ലാം താഴെ അല്ലാണ്ട് ഞാൻ മുകളിലേക്ക് അധികം കയറില്ല. അപ്പൊ ഇവരെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരെ ജോലികൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യുന്നത് ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ നീ എന്താ ചെയ്യല്? അല്ല ചെയ്യല് വെച്ചാ ഇതന്നെ. പിന്നെ നമ്മളെ തട്ടിക്കൂട്ട് എഡിറ്റിംഗ് പരിപാടി ഉണ്ടല്ലോ. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞ വന്ന സമയത്ത് ഞാൻ എഡിറ്ററും കൂടി ടെക്നിക്കലും കൂടി അറിയാന്ന് പറഞ്ഞിട്ട് ഒരു ലൊട്ടയും എനിക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ചെറിയ പരിപാടി കാര്യങ്ങള്, പിന്നെ ഇതേപോലത്തെ റാപ്സ് കാര്യം, ഇത് അതന്നെ നമ്മളെ അങ്ങനത്തെ ഒക്കെ ആയിട്ട്. ഇനി വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേസിലേക്ക്, അതായത് മമ്മൂന്റെ റൂം. മോനെ, മമ്മൂന്റെ റൂം എന്ന് പറഞ്ഞാൽ അതൊരു റൂമാണ്. അതിന് മുന്നേ വേണേ നമുക്ക് ബാൽക്കണി കാണിക്കാം. ബാൽക്കണി വേണേ നമുക്ക്. ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. നമുക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ചുറ്റും ആ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ, ചുറ്റും വേറെ ഒറ്റ വീടില്ല. ബാക്കിലായാലും ഫ്രണ്ടായാലും മൊത്തം ഒരു കുറെ 10, 100, 150 മീറ്ററോളം ഒരു വീടുകളും ഇല്ല. അപ്പൊ ഇവിടെ എന്തോ ഒച്ചപ്പാട് എത്ര സൗണ്ടിലും ആണെങ്കിലും ഈ ഒരു ഏരിയ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പ്രൈവസിയാണ്. മുന്നേ നിന്നിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് തൊട്ടടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ലൈവും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും നമ്മൾ തപ്പി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ്. അതായത് ഒരുപാട് സ്ഥലത്ത് തപ്പി കുറെ സ്ഥലത്ത് നമുക്ക് 2-3-4 മാസം നമ്മൾ ഈ വീട് തപ്പി നടന്നിട്ട് നമുക്ക് കിട്ടിയ. കാരണം ചുറ്റും വീടുകളില്ലാത്ത അത്യാവശ്യം ഇത് പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ തപ്പിക്കൊണ്ടുന്നത്. അങ്ങനെ ഇതാക്കിയ ഇപ്പൊ ആകെ ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീടാണ്. ആ വീട് എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, സപ്പോർട്ടാ. വലിയ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നത്. അവരങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടലില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ചുറ്റും വീടുകളില്ല, 10, 100, 150 മീറ്ററോളം ചുറ്റും. ഇപ്പുറത്തെ ഭാഗത്തല്ല, ബാക്കിലെ ഭാഗത്തെന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര വലിയ കാടാണ്. മീൻസ് ഒന്നുമില്ല, കാലി ഏരിയ. രാത്രിയിലും പേടിയാവും. ഒരു പ്രേതം വൈബുള്ള ഒരു സ്ഥലം. രാത്രിയാണ് ഞാൻ കാണിച്ചിരുന്നു. കുറെ പാമ്പുകളും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ബാൽക്കണി. അയൽവാസികളോടൊക്കെ എങ്ങനെയാ? അയൽവാസികളോട് എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് ഒറ്റ അയൽവാസിയാ. പുള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റക്ക് താമസിക്കുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആരൊക്കെ ഉള്ളതെന്ന് പോലും നമുക്ക് അറിയില്ല. അല്ല, നമ്മൾ ഇതുവരെ ആളെ കണ്ടിട്ട് അങ്ങനെ അവിടെ ആൾ താമസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഡ്രസ്സൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെ, ചേച്ചിയുടെ ഡ്രസ്സൊക്കെ അവിടെ ഡ്രസ്സ് കണ്ടിട്ടാണ് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അല്ലാണ്ട് അവിടെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് പരിചയമോ ഇതോ ഇല്ല. അത് നല്ലതാ. അപ്പുറത്തിപ്പുറത്തെ ആൾക്കാർ നമ്മളെ കാര്യം അവർ നോക്കുന്നില്ല, അവരാരും നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ ഒരു പ്രൈവസി നല്ലതാ. ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മള് 6 മാസമായോ? 5 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. ഇനി ഓക്കെ മെയിൻ റൂം കമോൺ. നമ്മള് മമ്മൂന്റെ റൂമിലേക്ക് പോയത്. മമ്മൂന്റെ റൂമിൽ വിളിക്കാണ്ട് കയറി മമ്മൂ ചൂടാവും. ഇതെന്താ മോളെ, മൂക്കൊന്ന് പൊത്തിയിട്ട് ഇങ്ങനെ വടക്കൊന്ന് ഒന്ന് പ്രൊട്ടക്ഷൻ എടുത്തോ. ഇവിടെ വല്ല പല്ലിയോ അണലി പാമ്പ് പാറ്റ എലി ഇതാണ് അവസ്ഥ. ഇവന്റെ ഇഷ്ടം ഇവനിക്ക് ഇതാണ് ഇഷ്ടം. ഇവിടെ എങ്ങനെ കിടക്ക
എനിക്ക് ഫീൽ ഫ്രീ. ഇതാ മമ്മൂന്റെ കൊട്ടാരം. ഇതാണ് കൊറേ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പോ വലിയ കടിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നു മോനെ. മമ്മൂന്റെ കൊട്ടാരത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. മമ്മൂന് ഇതാ ഇഷ്ടം. മമ്മൂന്റെ ഡിഫോൾട്ട് ഇതാ. മമ്മു ജീവിക്കുന്നത് ജനിച്ചത് ഇങ്ങനെയാണ്. മമ്മു ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വീട്ടിൽ ഏറ്റവും വൃത്തിയുള്ള റൂം ഇതല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നിന്റെ റൂമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക. ഇടയ്ക്കെങ്കിലും ഒന്ന് വൃത്തിയാക്കുക, മടക്കി വെക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തോന്നൂല? ഞാൻ കുറച്ച് മടിയനാവോണ്ട് പിന്നെ വേണ്ട, കുഴപ്പമില്ല. പുതിയൊരു കട്ടിൽ വാങ്ങി കൊടുക്കണം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവന് ഏതെങ്കിലും ഒരു എത്ര നല്ല വൃത്തിയുള്ള റൂം കൊടുത്താലും ഇപ്പൊ ഇവനെ മാറ്റിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ആക്കി കഴിഞ്ഞായിരിക്കാം 3 ദിവസം അതിനുള്ള ആ റൂം ഇതുപോലെ ആവും. അത് ഗ്യാരണ്ടിയാ. മുന്നേ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തും ഇങ്ങനെ തന്നെയാവും. അന്ന് മുനുവിന്റെ റൂംമേറ്റ് ആക്ക്. അപ്പൊ പിന്നെ ഒരിക്കലും മുനുവനെ അടുപ്പിക്കൂല. പ്രത്യേകിച്ച് ഈ വീട്ടിലെ മെയിൻ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാ ഇവർ രണ്ടാളും. കാരണം അത്രയും വൃത്തി ചെയ്തും മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു OCD ആണ് മുനു. ഇവൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാ. ഇവൻ കക്കൂസി പോയാൽ പോലും വെള്ളം ഉപയോഗിക്കൂല. അങ്ങനത്തെ ഒരു ജന്മാണ് ഇവൻ. മറന്നു പോകുന്നല്ല. അതെന്താ എല്ലാവർക്കും ഉള്ളതന്നെയല്ല കട്ടകള് ബാക്കിയുള്ള. നിന്റെ റൂമിനെ കുറിച്ച് 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്. ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചോ. മൊത്തത്തിലൊന്ന് കാണിച്ചോ. ചുറ്റി കാണിച്ചോ. ബ്രഷെല്ലാം ഇത് കാട്ടിന്റെ മുകളിലായിരിക്കും. അത് ഉറങ്ങുമ്പോ ബ്രഷിന്റെ ഒന്നിച്ചെല്ലാം ഉറങ്ങും. ഉറങ്ങി ഇവിടെ തന്നെ ബ്രഷ് ചെയ്തിട്ട് അവിടെ വെക്കും. അവിടെ വെക്കും. വലിച്ചെറിഞ്ഞ് പോകുമ്പോ പിന്നീട് സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടൂലേ? പിന്നാന്ന് വെച്ചാ മമ്മൂന്റെ അലമാര നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല ചിട്ട അടുക്കും ചിട്ടകളും കൂടി വെച്ച ഒരു അലമാര അല്ല. നല്ലതാ. തൊപ്പിക്കിടക്കുന്ന മടക്കിയൊക്കെ കൊടുത്തുകൂടെ? ഞാൻ അല്ല കുഴപ്പമില്ല. അല്ല പിന്നെ പാമ്പില്ലേ? എന്നിട്ട് അപ്പൊ ഇവിടെ ഏതെങ്കിലും മൃഗങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ? അതന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ പാമ്പുകൾക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. കാരണം ഒരു മാളത്തിനേക്കാളും ഒരു കാട്ടിനേക്കാളും എത്രയോ നല്ലത് ഭേദം ഇവർക്ക് ഇതാണ്. മഴയും കൊള്ളണ്ട. അതല്ലടാ, കൂട്ടിനൊരു കാണ്ടാമൃഗമുണ്ട്. മമ്മു സിംഗിൾ അല്ലേ? മമ്മു കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. നീ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാ ഓള വീടാണോ നീ കടത്തുക? എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കുക? അപ്പോ അങ്ങനല്ല. അല്ല, ഈ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ഇത് കിട്ടുമോ നിങ്ങക്ക്? ഒരിക്കലും മാറൂല. അപ്പൊ ഉറപ്പാ? ഇവന് 1 വർഷത്തിന് മുകളിലായി എന്റെ കൂടെ. നമ്മള് ഒരു 3 ഡിഫറെന്റ് വീടുകൾ, 4ാമത്തെ വീട് നമ്മളെ അല്ല 3ാമത്തെ വീട് ഈ 3 വീടുകളിലും മമ്മൂന്റെ റൂം ഒരുപോലെ ആയിരിക്കും. അത് വീടുകൾ മാറും, പക്ഷെ മമ്മു മാറൂല. അത് അങ്ങനെയാണ്. മമ്മു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണ്ട. എത്ര നന്നാക്കി കൊടുത്താലും എത്ര വൃത്തിയാക്കിയാലും 1 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം അതിനുള്ളിൽ ഇതുപോലെ. വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആക്കിയതാ ഇവനിതാ ഇഷ്ടം. ശ്രമിക്ക്. അതല്ലേ പറഞ്ഞത്. നമ്മൾ ഇവനെ കാണണമെങ്കിൽ ആ ജനലിൽ കൂടെ ഈ കുരങ്ങനെല്ലാം നോക്കുന്ന പോലെ അതായത് ഈ സൂവിന്റെ ഉള്ളില് ഈ മറ്റേ പാമ്പുകളെല്ലാം ഉള്ളില് ഒരു ഇതിൽ വെക്കൂലേ, കൂട്ടിൽ വെക്കൂലേ, അതേപോലെ നമ്മളിങ്ങനെ ഈ ജനലിൽ കൂടെ നോക്കും. വിൻഡോയിൽ കൂടെ എത്തി നോക്കിയാടാ ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ പോകും. ഇതിന്റെ ഉള്ളിലേക്ക് ആരും കയറില്ല. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഈ റൂമിൽ മമ്മു മാത്രമേ കയറും, വേറെ ആരും കയറില്ല. ബാക്കി എല്ലാവരും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ആൾക്കാർ. ഇപ്പൊ മുനു ഷമീർ ഒരു റൂമില്, ജാസിയും റാംബോയിലും ഒരു റൂം ഇങ്ങനെ ഷെയർ ചെയ്യും. പക്ഷെ അപ്പൊ അത്രേ ഉള്ളൂ. മൊത്തം 4 റൂമും കാണിച്ചില്ലേ? പിന്നെ ബാൽക്കണി കാണിച്ചു. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇവിടെ അലക്കാനും ഇതാക്കാനും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ബാക്കിലെ ബാൽക്കണി, 2ാമത്തെ ബാൽക്കണി. പിന്നെ ഇതുവഴി നമുക്ക് മുകളിലേക്ക് ടെറസിലേക്കുള്ള വഴി. വെഴുതും കയറുന്നോ? ഫ്രണ്ടിൽ കയറിയോ? പിന്നെ നല്ല വ്യൂ ആണ്.
ഇവിടെ നോക്കിയാ നമ്മളെ ചുറ്റുമുള്ള കാടും ഇതെല്ലാം കാണാൻ പറ്റും. ഈ ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണോ? എനിക്കറിയില്ല. തൊപ്പി ഇപ്പൊ ഇതാണ് ടെറസ്, ഇവിടെയാണ് നിങ്ങൾ തുണിയൊക്കെ തോരയിടലൊക്കെ ചെയ്യല്ലേ? ഓക്കെ. പിന്നെ മഴയിലുള്ള സമയത്ത് മുകളിലേക്ക് കയറി ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. ചുറ്റും കാടാണല്ലോ. നല്ല രസമാണ്. വൈകുന്നേരം സമയങ്ങളിലെല്ലാം മഴയിലുണ്ടെങ്കിൽ ഒരു ചായയായിട്ട് ഇങ്ങോട്ട് കയറി വരും. എന്താ വെച്ചാൽ ചുറ്റും കാടാണല്ലോ, നല്ല രസമാണ്. ഇവിടെ മഴയെല്ലാം പെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇവിടെ കണ്ടോ ഒരു കുളമുണ്ട്, നോക്കി ഇവിടെ അങ്ങനെ തന്നെ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചാടാൻ പറ്റും. ഇവിടുന്ന് ചാടാൻ പറ്റുമായിരിക്കും. കണ്ടോ കുളം കണ്ടോ? മഴക്കാലത്ത് മാത്രമേ ഇത് കുളമാവും. നിങ്ങൾ കുളിക്കാറുണ്ട് ഇവിടെ? ഇവിടെ കുളിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. കാരണം അതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടാവും പറയാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചിലപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇറങ്ങുമായിരിക്കും. കാരണം വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു കുളം നല്ല രസമല്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങും. ഇവിടുന്ന് ചാടാനാണോ? അല്ല, ഇവിടുന്ന് ചാടാൻ പറ്റും. അതിൽ ചാടും ചിലപ്പോൾ. ഇവിടുന്ന് ചാടും. അല്ല, ഇവിടുന്ന് ചാടില്ല. അതിൽ ആ സൺഷെയ്ഡിൽ നിന്ന് ചാടാൻ പറ്റും. ഇവിടെ കുറെ മാവ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇടക്കിടക്ക് മാങ്ങ കുറച്ച് കൊന്നുണ്ട്. ഇത് മാവാ, 2 മാവുണ്ട്. ഇപ്പൊ ഇത് മാങ്ങ കിട്ടുന്ന സംഭവം സീസൺ അല്ലാന്ന് തോന്നുന്നല്ലേ? അങ്ങനെ എന്തോ ഇപ്പൊ വിന്റർ സീസൺ അല്ലേ? നിനക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. ഇപ്പൊ ഒറ്റ മാങ്ങില്ലാത്തല്ലേ? എല്ലാവരും നമ്മളിവിടെ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം മാങ്ങയാ. ഈ മരം പറിക്കാൻ പറ്റും. ഇങ്ങനെ കൈയിട്ട് പറിക്കാൻ പറ്റും. കാരണം ഈ ഇലകളെക്കാളും കൂടുതൽ മാങ്ങ പോലെ അത്രയും കൂടുതൽ ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ടായിരുന്നു മാങ്ങ. ഇപ്പൊ ഇല്ല ഒന്നും. കാക്ക കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ നമ്മള് തൊപ്പിയുടെ വീടും പരിസരവും ചുറ്റുപാടൊക്കെ കണ്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു വീട്. നല്ല വീട്. തൊപ്പിന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി MRG ഗ്യാങ് ഹൗസ് ആണ്. അതായത് MRGന്റെ ഹോം എന്ന് പറയാം, ഗ്യാങ് ഹൗസ്. അതാണിത്. എന്റെ വീടല്ല. അപ്പം നല്ല വീട്, നല്ല ആൾക്കാര്, നല്ല അടക്കം ഒതുക്കമുള്ള പയ്യന്മാർ. പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യം. പറയണം. എല്ലാവരും വൈബാണ്. ഓരോരുത്തരും ഓരോ രീതിയില് ലൈക്ക് പല ടൈപ്പ് ക്യാരക്ടേഴ്സ്, പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. ബട്ട് ഓവറോൾ ഗ്യാങ് അടിപൊളിയാണ്. പക്ഷെ എന്നാലും ഇവിടെ ഗ്യാങ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് ഫേവറേറ്റ് മെമ്പർ എന്നുള്ളത്. എന്നെ പറയരുത്. അല്ല, അങ്ങനല്ല, എന്നെ പറയരുത്. അങ്ങനെയൊക്കെ ചോദിച്ചാല് ഇപ്പൊ എന്താ പറയാ, ആദിലോ? ഓക്കെ. മമ്മൂന് ഇഷ്ടപ്പെട്ടില്ല? ഓൾറെഡി മമ്മു ഫേവറേറ്റ് ആണ്. മമ്മൂന് ഇഷ്ടപ്പെടാത്ത മമ്മൂന്റെ റൂമിലേക്ക് കയറിയോടുകൂടി മമ്മൂനോട്ടുള്ള എല്ലാം പോയല്ലേ. ഓക്കെ. അപ്പം ഒരു ലോങ് ഷൂട്ടിന് ശേഷം താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ എന്താ ഒന്നുമില്ല, താങ്ക് യു സോ മച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ.